പരിശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിക്കുകയുണ്ടായി, മയ്യത്ത് നമസ്കാരം കിട്ടുന്നില്ലേ, അതേപോലെ തന്നെ ഹജ്ജ് ഖളാ കിട്ടുന്നില്ലേ? അവിടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ആ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ ഒന്നെങ്കിൽ നേർച്ച, അല്ലെങ്കിൽ കടമുള്ളത്, അതല്ലെങ്കിൽ നിർബന്ധ ബാധ്യത ചെയ്യാൻ അവസരം ലഭിക്കാതെ അതിനു മുമ്പ് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇത്തരം അവസരങ്ങളിലല്ലാതെ അതല്ലാത്ത നിലക്കുള്ള സുന്നത്തായ കർമ്മങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹജ്ജ് അത് എത്തുമെന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു. അതേപോലെ തന്നെ ഹജ്ജിൻ്റെ കൂടെ തന്നെ ഉള്ളതാണല്ലോ ഉംറ, അതും ലഭിക്കുന്നതാണ്. ഖളാ ഉള്ള നോമ്പ്, നേർച്ചകൾ, കടം വീട്ടൽ, സദഖ, ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഹദീസിൽ സ്ഥിരപ്പെട്ടത് ചെയ്യുക, അല്ലാത്തത് ചെയ്യാതിരിക്കുക. എന്താണ് കാരണം? പല തത്വങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തത്, അദൃശ്യമായ കാര്യങ്ങൾ വഹിയിലൂടെ അല്ലാതെ സ്ഥിരപ്പെടുകയില്ല. മരിച്ചുപോയ ഒരാൾക്ക് എന്തൊക്കെ ഉപകാരപ്പെടും എന്നത് നമുക്കെങ്ങനെ പറയാൻ പറ്റും? നമുക്ക് അദൃശ്യം അറിയില്ലല്ലോ. പിന്നെ ആർക്കാണ് അദൃശ്യം അറിയാവുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. അവനത് ആർക്ക് അറിയിച്ചു കൊടുക്കും? അവൻ ഉദ്ദേശിക്കുന്നത് അമ്പിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കും. ആ അറിയിച്ചു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പിയാക്കൾ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളെന്തോ അത് മാത്രം ചെയ്യുക, അതല്ലാത്തത് ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യാൻ പാടില്ല. കാരണം മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി എന്ത് ഉപകാരപ്പെടും, എന്ത് ഉപകാരപ്പെടില്ല എന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അള്ളാഹു വഹയിലൂടെ പ്രവാചകൻ അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതല്ലാത്തത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരുപാട് നന്മകൾ, ഇപ്പം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഐച്ഛികമായ നന്മകൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ആ വ്യക്തി അതൊന്നും ചെയ്യുന്നില്ല. എന്നാൽ വേറൊരു വ്യക്തി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നേറുന്ന ഒരാളാണ്. എന്നാൽ അയാൾ മരണപ്പെട്ടാൽ ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ നന്മയുടെ ഓഹരി ഇദ്ദേഹത്തിന് ഹദിയയായി കൊടുക്കാൻ പറ്റുമെങ്കിൽ, സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, ഈ രണ്ടാളുകൾ തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരാൾ തൻ്റെ ജീവിതത്തിൽ കച്ചവടവും അതേപോലെയുള്ള ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം ഒഴിവാക്കി ധാരാളമായി നമസ്കരിക്കുകയും സുന്നത്ത് നോമ്പുകളും മറ്റു സുന്നത്തായ ഇബാദത്തുകളൊക്കെ നിർവഹിച്ചു മുന്നേറിയ ഒരാൾ. വേറൊരാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിർബന്ധ കാര്യങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളൊക്കെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. എന്നാൽ ആ വ്യക്തി മരണപ്പെട്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ പ്രതിഫലം അയാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഈ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച വ്യക്തിയും മരണപ്പെട്ട വ്യക്തിയും തമ്മിൽ അവിടെ ഒരു ഡിഫറൻസ് വരുന്നില്ല. അതോടുകൂടി തന്നെ എന്തായി? നന്മയിൽ മുന്നേറുക, മരണത്തിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുക, മരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന പ്രോത്സാഹനത്തിനൊക്കെ പലപ്പോഴും അർത്ഥമില്ലാതായിത്തീരും. കാരണം അയാൾ മരണപ്പെട്ടാലും ബാക്കിയുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണെന്ത്, ഇത്ര സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിച്ചിട്ട് എനിക്ക് ഹദിയ ചെയ്താൽ മതി, ഇന്നന്ന് ഇത്രമാത്രം ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ എനിക്ക് ഹദിയ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വളരെ സുഖകരമായൊരു ഏർപ്പാടായി മാറുകയില്ലേ? അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഇവിടെ ഹദീസിൽ വന്നതൊക്കെ ഒന്നെങ്കിൽ നേർച്ചയായി ബന്ധപ്പെട്ടതോ ഖളാഉമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള തിരിച്ചു ചോദിച്ചത്, കടമാണെങ്കിൽ നിങ്ങൾ വീട്ടൂലേ? എങ്കിൽ അള്ളാഹുവിൻ്റെ കടവും വീട്ടാൻ ഏറെ അർഹതപ്പെട്ടതാണ്. അതാണ് അതിലെ തത്വം. അതേപോലെ തന്നെ സദഖയുമായി ബന്ധപ്പെട്ടത്, മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്യുന്ന സദഖ, കാരണം മക്കൾ എന്നത് മാതാപിതാക്കളുടെ സമ്പാദ്യമാണ്. അതുകൊണ്ട് അത് അവർക്ക് ലഭിക്കുന്നതാണ്, അവരുടെ മറ്റു സൽക്കർമ്മങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എത്രമാത്രം ഖുർആൻ ഓതിയ ആളാണ്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതി ഹദിയ ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. എത്ര സ്വഹാബികളുടെ ഉറ്റ ബന്ധുക്കൾ മരണപ്പെട്ടു, അവർ ഖുർആൻ ഓതി ഹദിയ ചെയ്തിട്ടുണ്ടോ? ഒരൊറ്റ റിവായത്തിൽ പോലും നമുക്കത് കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള റിവായത്തുകളൊന്നും കാണാൻ സാധ്യമല്ല. നബിയോ സ്വഹാബികളോ തബഉത്താബിയങ്ങളോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്യലും മറ്റു സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഹദിയ ചെയ്യലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഒഴിവാക്കണം എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഹദിയ ചെയ്താൽ ലഭിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ലേ? ഉണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ ഉദ്ധരിച്ചിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? വകുല്ലു ഹാദിഹിൽ മദാഹിബി ദഈഫത്തുൻ. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ദുർബലമാണ്. വദലീലുഹുൽ ഖിയാസ് വല ദുആഇ വസ്സദഖതി വൽ ഹജ്ജ്. സദഖ ചെയ്യാം, ഹജ്ജ് ചെയ്യാം, ദുആ, അതിനോടൊക്കെ ഖിയാസാക്കിയിട്ടാണ് അവരുടെ ദലീൽ, വേറെ ദലീലില്ല. പക്ഷേ ഇതൊക്കെ എത്തുമെന്നുള്ളത് ഫഇന്നഹാ തസ്ലു ബിൽ ഇജ്മാ. എന്നാൽ വദലീലു ശാഫിഈ വമുവാഫിഖീഹി ഖൗലുല്ലാഹി തആല വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഇതാണ് അതിലെ ബേസ്. ഏതൊരു മനുഷ്യനും താൻ അധ്വാനിച്ചതേ ഉണ്ടാവൂ എന്നുള്ള ഖുർആനിൻ്റെ ആയത്താണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അദ്ദേഹത്തോട് യോജിച്ച് അഭിപ്രായം പറഞ്ഞവരുടെയും ദലീൽ. അതാണ് ശക്തമായിട്ടുള്ളത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. അപ്പോൾ മറ്റഭിപ്രായങ്ങളില്ല എന്നല്ല, പക്ഷേ അതെല്ലാം ദുർബലമാണ്, പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരാൾ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ലഭിക്കുമെന്ന അഭിപ്രായം പലയിടങ്ങളിൽ പറഞ്ഞ വ്യക്തിയാണ്.
പക്ഷേ അതേ സന്ദർഭത്തിൽ അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, വമഅ ഹാദാ ഫലം യകുൻ മിൻ ആദാത്തി സലഫ് ഇദാ സല്ലൂ തതവ്വുഅൻ ഔ സാമൂ തതവ്വുഅൻ ഔ ഹജ്ജു തതവ്വുഅൻ ഔ ഖറഉൽ ഖുർആന അൻ യുഹ്ദു സവാബ ദാലിക ഇലാ മൗതൽ മുസ്ലിമീൻ. സലഫുസ്സാലിഹീങ്ങൾ അവരുടെ പതിവിൽപ്പെട്ടതല്ല എന്ത്? അവർ സുന്നത്തായി നമസ്കരിച്ചാൽ, സുന്നത്തായ നോമ്പ് നോറ്റാൽ, സുന്നത്തായ ഹജ്ജ് ചെയ്താൽ, ഖുർആൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം മരിച്ചവർക്ക് ഹദിയയായി നൽകുന്ന സ്വഭാവം സലഫുസ്സാലിഹീങ്ങൾക്കുണ്ടായിരുന്നില്ല. മറിച്ച് അവരുടെ ആദാത്തുകൾ അദ്ദേഹം അതിനു മുമ്പ് വിശദീകരിച്ചതുപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലും അതേപോലെ തന്നെ സ്വന്തമായ നിലക്ക് നന്മയിൽ മുന്നേറലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, ഫലാ യംബഗി ലിന്നാസി അൻ യഅദിലു അൻ ത്വരീഖി സലഫ്. സലഫുകളുടെ വഴിയിൽ നിന്ന് നമ്മൾ മാറാതിരിക്കുകയാണ് വേണ്ടത്. ഫഇന്നഹു അഫ്ദലു വ അക്മൽ. അതാണ് ഏറ്റവും അഫ്ളലായതും സമ്പൂർണ്ണമായതും. സലഫുകൾക്ക് പരിചയമില്ല അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് ഹദിയ ചെയ്യൽ. അവരുടെ ത്വരീഖിൽ നിന്ന് മാറാതിരിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഹ്ദാ ചെയ്യുന്ന പ്രതിഫലം ഹദിയായി നൽകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അന്നഹു ലൈസ ബിമശ്റൂഇൻ. അതിൻ്റെ തൊട്ട് ശേഷം അദ്ദേഹം പറയാണ്, സമയം നീണ്ടുപോകുന്നത് കൊണ്ടാണ് മുഴുവൻ വായിക്കാത്തത്, അത് മശ്റൂ അല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ ചില സ്ഥലത്ത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സലഫുസ്സാലിങ്ങൾക്ക് അങ്ങനെ ഒരു പരിചയമില്ലാത്തതുകൊണ്ട് അവരുടെ വഴിയിൽ നിന്ന് തെറ്റാതിരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്, അക്മലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവസാന അഭിപ്രായം കറാഹത്താണ്, അങ്ങനെ ഒന്ന് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് ഈ ഇബാറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാമിഉൽ മസായിലി ലി ഇബ്നു തൈമിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ വാക്ക് ശ്രദ്ധേയമാകുന്നത്. മറ്റു അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാർ ഉള്ളത് കൊണ്ടാണ് അവരെല്ലാം ഈ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് വേറെ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നല്ല, പക്ഷേ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേവലം ഖിയാസാണ്, വ്യക്തമായ ഹുജ്ജത്തല്ല. ഈ വിഷയത്തിൽ ഖിയാസ് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് അദൃശ്യമായൊരു വിഷയമാണ്. അതേപോലെ തന്നെ ശരീഅത്തിൻ്റെ മറ്റൊരുപാട് വിഷയങ്ങളുമായി ഇത്തരമൊരു കാര്യം ഏറ്റുമുട്ടുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തെ പിന്തുടർന്ന അഭിപ്രായമുള്ള ആളുകളും മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ എത്തുകയില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിക്കൂ. വലിഹാദ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് സുന്നത്താക്കിയിട്ടില്ല ഉമ്മത്തഹു വല ഹസ്സഹും അലൈഹി, ഒരു നിലക്കും പ്രേരിപ്പിച്ചിട്ടില്ല. വല അർഷദഹും ഇലൈഹി ബിനസ്സിൻ വല ഈമാഇൻ, നസ്സ് കൊണ്ടോ അതേ അല്ലെങ്കിൽ സൂചന കൊണ്ടോ അവർക്ക് ഒരു ഇർഷാദ് നൽകിയിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ, ഒരൊറ്റ സ്വഹാബിയും അങ്ങനെ ചെയ്തതായി കാണാൻ കഴിയില്ല. വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അതിൽ എന്തെങ്കിലും ഖൈറുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. വബാബുൽ ഖുർബാത്തി യുഖ്തസറു ഫീഹി അലൻ നുസൂസ്, ഖുർബാത്തുകൾ അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യാൻ പാടുള്ളൂ. വലാ യുതസറഫു ഫീഹി ബി അൻവാഇൽ അഖീസതി വൽ ആറാ, ഖിയാസും അഭിപ്രായങ്ങളും അതിൽ കൊണ്ടുവരരുത്. ഫഅമ്മ ദുആ വസ്സദഖത്തു ഫദാക മുജ്മഉന അലാ വസൂലിഹിമ വമൻസൂസുൻ മിനശ് ശാരി അലൈഹിമ. എന്ന മയ്യത്ത് നമസ്കാരം, സദഖ, ഹജ്ജ് വീട്ടൽ, നോമ്പ് വീട്ടൽ, നേർച്ച വീട്ടൽ, കടം വീട്ടൽ, ഇതൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്, വഹയിലൂടെ സ്ഥിരപ്പെട്ടതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, അള്ളാഹുവിൻ്റെ റസൂൽ വഹയിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഓരോ സഹാബിയും നബിയോട് അനുവാദം ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ മയ്യത്ത് നമസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം, എന്തിനാ റസൂലിനോട് ചോദിക്കുന്നത് എന്ന് വിചാരിച്ചു സഹാബികൾ ചെയ്തോ? ഇല്ല, അവർ ഓരോ വിഷയം വന്നപ്പോഴും റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചു, പശ്ചാത്തലം വിശദീകരിച്ചു. അങ്ങനെ നേർച്ചയാണ്, വീട്ടാനുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ മാത്രമാണ് പ്രവാചകൻ അതിന് അനുവാദം നൽകിയത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തിയത് ചെയ്യുക, സ്ഥിരപ്പെടാത്തത് ഒഴിവാക്കുകയും ചെയ്യുക.